ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇതാ പുതിയൊരു വ്ളോഗുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ അപ്ലോഡ് ചെയ്ത ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടെ വരാനുള്ള മെയിനായിട്ടുള്ള രണ്ടാമത്തെ കാരണം ഇവിടെ കുട്ടാൻ്റെ വീട്ടിൽ തെയ്യമാണ്. പിന്നെ അമ്മേൻ്റെ നാട്ടിൽ അമ്മേൻ്റെ നാട്ടിൽ തെയ്യമാണ്, ഇവിടെ ഉത്സവമാണ്, അങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനെ തെയ്യത്തിന് പോകാൻ നോക്കുകയാണ് നമ്മളിപ്പം. എല്ലാ ഫാമിലിയും നമ്മുടെ ഫാമിലി അടക്കം അച്ഛൻ, അമ്മ, ഏട്ടനടുത്തും എല്ലാവരും ഉണ്ട്. അപ്പം തെയ്യം ഉള്ളത് നല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് കാക്കയങ്ങാട്, കണ്ണൂർ ജില്ലയിൽ തന്നെ കാക്കയങ്ങാട് നല്ലൂർ എന്ന് പറയും. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മളിവിടുന്ന് പോകുന്നതാണ്. ഇപ്പം നമ്മൾ മയിലാണുള്ളത്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഒരു മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട്. അപ്പോൾ 5 മണി ആവാറായി ഇപ്പം ഇറങ്ങണം എന്നാണ് വിചാരിക്കുന്നത്. എല്ലാവരും സെറ്റായിട്ടുണ്ട്. അതുമുട്ട അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം ഇന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ നാളെ വരത്തുള്ളൂ. ഇന്ന് രാത്രി ഫുള്ള് തെയ്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് വിചാരിക്കുന്നു. കാണിച്ചു തരാൻ പറ്റിയാൽ മതിയായിരുന്നു, അത് സഹകരിച്ചിട്ടുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും വീഡിയോ എടുക്കാം. അപ്പോൾ ഒരുപാട് തെയ്യങ്ങളുള്ള ഒരു ക്ഷേത്രമാണ് പള്ളിയറക്കൽ ഭഗവതി ക്ഷേത്രം, അങ്ങനെ എന്തോ ആണ് പേര്. തെറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ പിന്നെ കാണിച്ചു തരാം. അല്ല, തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ പറഞ്ഞുതരാം മര്യാദയ്ക്ക്. അപ്പം അതാണ് കാര്യം. കണ്ടാർണനും ഗുളികനും അങ്ങനെ ഒരുപാട് തെയ്യമുണ്ട്. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ ഒരുപാട് പേർക്ക് തെയ്യം എന്താണെന്ന് അറിയാത്തവരുണ്ടാകും, ചിലപ്പോൾ തെയ്യം കാണാത്തവരുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നു. അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പോകും പറയാം. ഗെയ്സ് ആൾക്കാരെടുത്ത് എടാ ഇതെടുക്കണം, ഈ ചെരുപ്പെടുത്തടാ. അതുൻ്റെ യു നോ വൺ തിങ് ജിജി ജയ്സ്, മോണിറ്റൈസിനല്ല എലിജിബിളായി. സത്യം, ഞാൻ വെറുതെ നോക്കിയത് എത്രയായിരുന്നു. അതോ ഇതാരാ നല്ലേ ഇവര് ഇതും ഈ സാധനം എടുക്കണം. ഋതികൃഷ്ണ, ഇവരെല്ലാരും ബ്ലാക്ക് ആണല്ലോ, എല്ലാരും ബ്ലാക്ക് ആണല്ലോ. എടാ കുട്ടാൻ നിങ്ങൾ ഈ ടീഷർട്ട് ഇട്ട് ഇതുപോലത്തെ ഒന്ന് ടീഷർട്ട് ഉണ്ടായിരുന്നു മേലെ. എടി പോകുന്ന കഞ്ഞേ, ആ ക്യാപ്പ് വെക്കാൻ പറ്റുന്നില്ല, മുടി മുറിച്ചോട്. അവിടെ ഇങ്ങനെ മുരുമുരുള്ളോട്ട് താകുന്നില്ല. നിലോ, ഞാൻ അച്ഛനെ കണ്ടിട്ടൊന്നും പറയാത്തേ അടുത്തമ്മേ. ഇങ്ങക്കൊന്നും മനസ്സിലാവില്ല മുഖത്ത് നോക്കിട്ട്. അതെ, എന്താ നാട്ടിന് മനസ്സിലായിട്ടില്ല. അയ്യോ, അത് എടുത്തിട്ടില്ല. ഞാൻ വിചാരിച്ചു അത് ബാഗിലുള്ളതെന്ന് ഇഷ്ടം. അപ്പൊ നമ്മൾ ഇറങ്ങുന്നതാണ് കേസ്. എടാ മറ്റേ സാധനം ക്യാമറ അടിക്കൂലേ അമ്മേ? അമ്മ അപ്പുറത്തിരിക്കൂലേ? ഞാൻ ഈ സൈഡിൽ എടുക്കുന്നുണ്ടേ. സീറ്റ് കുറച്ച് പോയിക്കോട്ടെ, ഇതാക്കി. ഓക്കെ ഓക്കെ, അപ്പുറത്തെ സൈഡിലൂടെ ഇരിക്കുക, അപ്പുറത്തെ സൈഡിലൂടെ ഇരിക്കാം. ഞാൻ ഈ സൈഡിലിരിക്കാം. അച്ഛൻ അങ്ങനെ നമ്മളെ ഉത്സവത്തിന്റെ സ്റ്റേജ് ഇന്നലത്തെ പോലത്തെ വൈബ് തന്നെ ആയിരിക്കും അല്ലേ? ആ നൈസ് ഉത്സവം. ഓ എടാ ആനപ്പന്തിയില. അങ്ങനെ നമ്മള് ഫൈനലി വീട്ടിലെത്തി. അമ്മേ, ഓന്റെ ക്യാപ്പ് കൊടുത്തു. ക്യാപ്പ് നിലോ ഇറങ്ങുവാ ജി. ഇറങ്ങിയ അടക്കങ്ങോട്ട്. ഇപ്പൊ ഞങ്ങൾ മുടി കാണുന്നിട്ടാ. നൈഷായിട്ടടാ. നിങ്ങളിങ്ങനെ മുറിച്ചിട്ടില്ല? ഇല്ല, എൻ്റെ അതിനകത്ത് ഇത്ര മുറിച്ചിട്ടില്ല. പക്ഷെ മുറിച്ചിട്ട്. പക്ഷെ എന്നാ നാനക്കൊന്ന് എന്നാ നിങ്ങൾ വളർന്ന് വെച്ചിട്ട് മുറിച്ചാണ്. ഇവരടി പോന്നീ ഡാ പോയി പണി പോയി. കൗശ് ഓ ഫ്രണ്ട്സ് കൊടുത്തു. ഫ്രണ്ട്സ് ഇത് ഞാൻ കണ്ടിട്ടില്ല. ഇത് ഈ പരിപാടിയുടെ ആക്കൂല. അതൊക്കെ സ്നിക്കേഴ്സ് അത് സ്നിക്കേഴ്സാ.
വേറെ ബിസിനസ് വേറെ ബിസിനസ്സാണോ ആദൂരം കാണിക്കണ്ടേ ആദൂരം കാണിക്കണ്ടേ നിനക്ക് കൊടുക്ക് പാവട ചെറിയ ലക്ഷണം കൂടാ മരുന്ന് വേണോ ഈശ്വരാ നിങ്ങൾ സെയിം ആയിരുന്നല്ലോ ആ ഋതു ഇരിക്കാടാ ഋതു അവിടെ ഇരിക്ക അവിടെ നിങ്ങൾ സെയിം ആണല്ലോ ആ ഒറ്റ പാക്കേജാണ് ഇതെല്ലാരും അതൊരു വെള്ളം മണിനോന് ഏട്ടൻ തന്നെ ഏട്ടൻ പോയിട്ട് ഒന്നെടുക്കാൻ നിൽക്കാം അവിടെ കംപ്ലീറ്റ് എടുത്തോന്ന് ഉണ്ണിയപ്പം അവിടെ നല്ല ചൂടുണ്ട് അപ്പം വേണോ ആ ചോക്ലേറ്റ് തിരിച്ച് ഭയങ്കര ചോക്ലേറ്റ് തിരിച്ചു ആ കൃത്യ രഹസ്യമായിട്ട് സ്നിക്കേഴ്സ് കൊണ്ടുവന്നത് ഞാൻ എത്ര സമയം നമ്മളൊക്കെ വരൂ നമ്മള് വെൽക്കം പാർട്ടിയാ നിങ്ങളെക്കാൾ 1 മിനിറ്റ് മുമ്പേ നമ്മളെത്തി പറഞ്ഞറിഞ്ഞത് അറിയില്ല അത് അത്ര ആർട്ടിഫിഷ്യലായിട്ട് ഉഷേച്ചിന് അവർ സൂപ്പറല്ലേ ഉഷേച്ച് ഓരോ എല്ലായിടത്തിലും എല്ലാം ഓരോ പരിപാടിക്ക് ഓരോ കമ്മല നോക്കുന്നുണ്ട് നല്ലോണം എടുത്തെ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 
ആ എന്ത് തരണാ തരാം. നമ്മളിപ്പോൾ കാവിലേക്ക് പോവാന്ന് എന്നിട്ട് പോയിട്ട് വരും. സെറ്റായിന് ഒന്നുമില്ല. നീ ആടെ വണ്ടിക്ക് പോടി. പണി ചെരുപ്പ് ഇതേപോലെ എടോ അതിന് ഓന് കാറിൽ അതെ. നമ്മളിപ്പോൾ കാവിലേക്ക് പോകുമെന്ന് പോയിട്ട് തിരിച്ചു വരും. എന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് പിന്നെ പോകും. രാത്രി പൊളിച്ചക്കാണ് ഇവിടുത്തെ മെയിൻ തെയ്യും കാര്യങ്ങളെല്ലാം ഉള്ളത്. അപ്പോൾ അന്നേരം പോകാമെന്ന് വെച്ചു. വന്നിട്ട് കുറച്ച് സമയം റെസ്റ്റെല്ലാം എടുത്തിട്ട് അങ്ങനെ പോകാമെന്ന് വിചാരിക്കുന്നു. അതിലിടക്ക് നിലക്ക് പനിക്കുന്നുണ്ട്. അത് കുറച്ച് പ്രശ്നം. അതും ചുമയുണ്ട്. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. എന്താവുന്നൊന്നും അറിയില്ല. എന്നാൽ നോക്കാം. കുറച്ച് വെള്ളം കൊടുക്കുക. അതുനും നിലക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ നമ്മൾ ഏച്ചീൻ്റെ വീട്ടിലെത്തി. എന്നാ വെള്ളം തരും. ഓക്കെ ഓക്കെ ഗ്ലാസ് വേണോ? ആ ഒരു കവറിലുണ്ട്.
എന്താ ഒരു അതിൻ്റെ ഉള്ളിൽ കവറില്ല ഏട്ടാ കവർ അടി വെച്ചേ. ആ അതിനകത്ത് ഒരു മഞ്ഞ ഗ്ലാസ് ഉണ്ട്, മഞ്ഞ ഇങ്ങെടുത്തോ. അത് തിന്നേ. ഇത് ഗുഡ് ബോയ് അല്ലേ. ഇതാരാ പറയുന്നേ, ഇതാരാ പറയുന്ന ആള് തിന്നാ. നിലുവിന് വെള്ളം ഇതിനകത്ത്, ഇത് ആദ്യം വെള്ളം. രണ്ടാളും പിന്നെ ആദ്യവും കുടിച്ചിട്ട് രണ്ടാൾക്കും പിന്നെയും പനി വരുമോ? ഇങ്ങനെയല്ലേ പനി വരുമോ നമുക്ക്? ആ പനി ഉണ്ടല്ലോ. നിനക്ക് വെള്ളം താ. കിട്ടുന്നില്ലേ? കിട്ടുന്നുണ്ട്. മതി. ആവേശായിക്കള ഒറ്റ വലിക്ക കുടിക്കും. ഇതാ കുടിക്കറ്. നിലവിൽ പനിയില്ലേ? ഇതാ അങ്ങനെ ചുരിച്ചത് നല്ല പോയില്ലേ? ഇതാ അതിനിതാ കയ്യില് അതിന് കയ്യിലല്ല, അത് ഒറ്റക്കല്ലേ തിന്നാ. അതിന്റെ ഉള്ളിലിടുന്ന ചിപ്സ് സ്ലൈമ് വേണോ? അതിന് സ്ലൈമ് വേണോ? ഓളാ അതിന് തന്നിപ്പിക്കുന്നത്. സ്ലൈം വേണോ? സ്ലൈം അതുനിതാ. അത് ഗുഡ് ബോയ് ആണല്ലോ. ഒറ്റക്ക് തിന്നുന്നുണ്ടല്ലോ. കണ്ണാണോ? സ്ട്രെസ് ബസ്റ്റർ സ്ലൈം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു തണുപ്പില്ലേ, അതുകൂടെ ലൈറ്റ് ഓടാം. അതെ ഞാനിങ്ങനെ ഇതിടാണ്ട് നടക്കുന്ന നമ്മൾ കാവിലേക്ക് പോവാന്ന്. അല്ല ഇവിടെ ഇതില് ആറായിട്ടുള്ള നമ്മളിപ്പോൾ കാവിലേക്ക് പോവുകയാണ്. ലേറ്റായി. ഇപ്പം കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല, പുലർച്ചയ്ക്കേ ഉള്ളൂ. എന്നാലും ഒന്ന് പോയിട്ട് ഇപ്പം വെള്ളാട്ടമുണ്ട്. അതെ വെള്ളാട്ടമുണ്ട് വരും. എന്നാലും മെയിൻ പുലർച്ചക്കല്ലേ കണ്ടാറിന് എല്ലാത്തിനും വെള്ളാട്ടുണ്ടാവും. അതെയാ പക്ഷേ അമ്മേൻ്റെ നാടാ ഇത്. അമ്മേൻ്റെ നാടാണ്. നമുക്കതിനെപ്പറ്റി ധാരണയില്ല. കേട്ടറിവുള്ളൂ, കണ്ടറിവില്ലാതെ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം 5 വർഷം മുമ്പ് കല്യാണം കഴിഞ്ഞ സമയത്താണ് ആദ്യമായിട്ട് വന്നത്. അന്നേരം പിന്നെ ഉച്ചക്ക് വന്നിട്ട് വേഗം പോവുകയും ചെയ്തു. ഇല്ല, ഒറ്റക്കൊല്ലം വന്നിട്ട് കല്യാണം കഴിഞ്ഞാട് പിന്നെ വന്നിട്ടില്ല. പിന്നെ നമ്മൾ ബാംഗ്ലൂരായി, കൊച്ചിയായി, ചെന്നൈ ആയി പോയി. മൂന്ന് സ്ഥലത്തായി. ആരാ നിങ്ങളെന്ന് ഇത്ര നേരത്തെ വന്നേ? വയലിലായിട്ട് മഞ്ഞുണ്ട് കേട്ടോ. നല്ല എവിടെയും ഗാനവെള്ളം ഇടിയാ ഇന്നലെ. നമ്മളങ്ങനെ കാവിലെത്തിയിട്ട് ഇപ്പൊ വെള്ളാട്ടം നടക്കുന്നതാണ്. കണ്ണിലെന്തോ പോയി. ഇന്ന് രാത്രി പോയി അവിടെ നല്ല ലൈറ്റ് ഉണ്ടല്ലോ. നമുക്ക് ഫോട്ടോ എടുക്കില്ലേ? കംഫർട്ടബിൾ ആയിരിക്കൂല. അതെ ടീംസ് അതോ പോന്നു.
കഴിക്കാൻ മനസ്സിലായി അന്നോ അവരങ്ങ് പോകണ്ടാവുന്ന അതൊരു ക്യാരറ്റ് അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു. ഇനിയിപ്പം വീട്ടിൽ പോയിട്ടൊന്ന് അതിനെല്ലാം ഒന്ന് ഉറക്കട്ടെ. ഇനി പുലർച്ചെ സമയത്ത് തെയ്യും കാര്യങ്ങളെല്ലാം ഉള്ളൂ. ബാക്കിയുള്ള ഒക്കെ ഞാൻ വീഡിയോ എടുത്തിട്ട് കൊടുക്കാം. വേഗം വീട്ടിൽ പോയിട്ട് ഇനിയിപ്പം തറ തുടങ്ങുന്നതിന് മുമ്പ് എത്തണം. ബബില് നിലക്കും അതിനും ബബിളാണ് മെയിൻ. ഇതാ ചെറുതില്ല, അത് ബിഗ് വേണ്ട, സ്മോള് മതി. ഇവൻ എന്തിന്റെ നോക്കുന്നുണ്ട്? ഇടില്ല അല്ലേ? ബബിള് അവിടെ വലുതാന്ന്. എന്നാ ഒന്ന് മതി കൂട്ടാട്ടോ, ഒന്ന് മാത്രം മതി. ഉണ്ടോ? ആ ഇതാ ഇവന് പ്രശ്നമില്ല, ഇവനിപ്പോ ഉറങ്ങും. ഗൈസ് നമ്മള് പൊലച്ചല്ല 12-1 മണിയായിട്ടുണ്ട്. നമ്മള് കുളിച്ചെഴുന്നള്ളത്ത് കാണാൻ പോകണം. അടുത്ത കോസ്റ്റ്യൂം എല്ലാം മാറ്റി ഫുള്ള് സെറ്റായിട്ട് ഞാൻ പിന്നെ കുളിച്ച് ഇവര് കുളിച്ച് അടുത്ത നിലയിൽ കുളിച്ച് ആദൂനെ ഉറക്കത്തെടുത്തിട്ടുള്ളൂ. ആദൂനെ കിടത്തിട്ട് പോയാൽ ശരിയാവില്ല, വൻ സീനായിരിക്കും. അതുകൊണ്ട് ആദൂനെ കൊണ്ട് പോകുന്നുണ്ട്. നമുക്ക് കുളിച്ചെഴുന്നള്ളത്ത് കാണാം. അത് അവരൊന്നും വരുന്നില്ല കൂട്ടാട്ടാ, അങ്ങനെ സംശയിച്ചവരൊന്നും. അവിടെ നല്ല മഞ്ഞുണ്ട് കേട്ടാ, നല്ല ഇതാ കോട മഞ്ഞ്. ഞാൻ ഇതെടുത്തിട്ട് ടർക്കി എടുത്തിട്ട് കണ്ടറിഞ്ഞ ഗുളിക ഞാൻ കണ്ടതാ ബഡ്ഡീമിൽ. പക്ഷെ എങ്കിൽ എനിക്ക് കണ്ടറിഞ്ഞ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എനിക്ക് അതാണ് വസൂരിമലയും. ഞാൻ 4 ഗുളികനെ കണ്ടില്ല. 4 ഗുളികനെ അധിക സ്ഥലത്തുണ്ടാവും. ഇത് ശാസ്ത്രപ്പം തന്നെ അല്ലേ? ഇത് ശാസ്ത്രപ്പം തന്നെ. എടുക്കുന്ന ആളല്ല ഇവരെല്ലാം. അടുത്തപ്പോൾ കുറച്ച് സമയം കിടന്നുറങ്ങി. ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എഴുന്നേക്കാൻ ഒരു മൂടും ഉണ്ടാവില്ല. അതുകൊണ്ട് നടക്കുന്ന നമുക്ക് കുളിച്ചെഴുന്നേലത്തും കണ്ടാറിന് എപ്പോൾ ഇറങ്ങുമെന്ന് പറഞ്ഞേ സുന്ദരി? മതി 4 മണിക്കാ? ഓ എന്നപ്പോ സമയമുണ്ടല്ലോ ഉറങ്ങാൻ. പക്ഷെ കുളിച്ച സീനില്ല മറ്റേതിന്. ഞാൻ മറ്റേത് എടുത്തിട്ട് കൂടണം പറഞ്ഞാൽ അതന്നെ ഇട്ടാൽ മതി. പിന്നെ ഞാൻ വേച്ച് അത് പിന്നെ നാളെ ഇടാം. ഗുളികം കാണണം, പക്ഷെ കണ്ടാറിന് എന്തായാലും കാണണം. എന്നാ പിന്നെ ഇത് പോണ്ടി വരൂല. അപ്പൊ വസൂരി മലയോ? വെള്ളാട്ടം. പക്ഷെ വെള്ളാട്ടാന്ന് പോലും കാണണ്ടേ, ലൈറ്റ് കുറവല്ലേ? ഇപ്പൊ ശരിയായി, ഫ്ലാഷ് ഇടാൻ മറന്നു. ഇപ്പൊ രാവിലെയാ? അതാ അമ്മ പറഞ്ഞ ഞാൻ 11 മണിക്കോ, നിങ്ങൾ എന്തായാലും കിടന്നുറങ്ങിക്കോ. ഞാനിപ്പോ അമ്മ ബുദ്ധിപരമായി നീങ്ങി. അമ്മ പറഞ്ഞു ഞാൻ രാവിലെ പോയി കണ്ടോളൂ. സംഭവം ഇതല്ലേ? അപ്പോൾ കണ്ടാറിന്റെ ഒറിജിനൽ തെയ്യല്ലല്ലോ അല്ലേ? അല്ലേ? ആന്ന് അല്ലേ? ഇത് ഏത് കണ്ടാറിന്റെ വെള്ളാട്ടം കഴിഞ്ഞു. അതെല്ലാം കഴിഞ്ഞു. അപ്പൊ ഇത് ഒറിജിനൽ തെയ്യാന്ന് കണ്ടാറിനല്ലേ? ഓക്കെ സെറ്റ് തന്നെ. പക്ഷെ വസൂരിമാല ഉച്ചക്കല്ലേ ഉള്ളൂ. അമ്മേ എടാ ഫുള്ള് ഫോഗാണ് ഈ സമയത്ത്. ഇങ്ങനെയായാല് തണുപ്പെല്ലാം ഉണ്ട്, പക്ഷെ എന്നാ വെച്ചാൽ ചൂടും ഉണ്ട്. അതാ പ്രശ്നം. ഇതൊരു പ്രശ്നല്ലേ? നല്ല വയലിന്ന് ഫോഗ് വന്ന് നോക്കിയാ. ഇത് അമേസിങ് ആയിട്ടുണ്ട്. അമേസിങ് അല്ലേ? നോക്കരുതോ, ഭയങ്കര വൈബല്ലേ? ഇതെന്നാ സ്നോ ബാത്ത്? കട കുറവാ അല്ലേ? അല്ല ഒറ്റ ഷോപ്പേ ഉള്ളൂ. അത് ശരിയല്ലേ? തണുപ്പ് കുറവാണ്, പക്ഷെ ചൂടുണ്ട്. അല്ല അങ്ങനെയല്ല, തണുപ്പുണ്ട് പക്ഷെ ചൂടുണ്ട്. അങ്ങനെ
അതെ ലൈറ്റില്ലാത്ത അവിടെ വെയിറ്റിംഗ് ആണ് എല്ലാ വീടിന്റെ തറയത്തും വിളക്കടിച്ചിട്ടുണ്ട്. ആടെല്ലാം ഇപ്പൊ പാഞ്ഞും കയറും. ആടെല്ലാം കയറും. അത് പാഞ്ഞും കയറുന്ന അങ്ങനെ ഇങ്ങനെ അവരങ്ങനെ ഓടിട്ട് ആടെല്ലാം പോയി ഒന്ന് ദർശിച്ചിട്ട് അങ്ങനെയൊന്നും വരുന്നില്ല. അറഞ്ചം പറഞ്ഞത് പായോയാ. എന്നാ വീഡിയോ കാണടാ. നമ്മളെ ഇപ്പത്തെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വിവരിക്കുന്നുണ്ട്. സാധനം കിട്ടിയിട്ടില്ലെങ്കിലായിരിക്കും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വിവരിക്കുന്നുണ്ട്. ആ പ്രായത്തില്ലേ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് പേടിയോ എന്താ സംഭവം എന്ന് വെച്ചാൽ കുളിച്ചെഴുന്നള്ളത്തെന്ന് വെച്ച് കഴിഞ്ഞാല് എന്നാ പറഞ്ഞു കുളിച്ചെഴുന്നള്ള തനക്കറിയില്ല. പറഞ്ഞാല് ബസൂർ മാലേന്റെ വെള്ളാട്ടം. ബസൂർ മാല തെയ്യം ബസൂർ മാലയില്ലേ, ബസൂർ മാല തെയ്യത്തിന്റെ വെള്ളാട്ടത്തിന് മുന്നേ ഉള്ള എന്തോ ഒരു ചടങ്ങ്. അപ്പൊ ഇവര് കുളിക്കാൻ പോകും ഒരു കുളത്തിൽ ഇതിനടുത്തുള്ള. അപ്പൊ അവിടെ നിന്ന് കുളിച്ചിട്ട് തിരിച്ച് ഓടി വരും. അതാണ് ഈ കുളിച്ചെഴുന്നള്ളത്തെന്ന് പറയുന്നത്. പക്ഷെ ഇതിന്റെ ഐതിഹ്യം സാധാരണ അച്ഛനോട് ചോദിക്കേണ്ടി വരും. അതിന് ഗ്യാപ്പിൽ നല്ല ചെരുപ്പിനൊന്ന് പുകഴ്ത്തി ഗ്യാപ്പിൽ ശരിക്കും വയ്യ. ഇവിടുത്തെ ആംബിയൻസ് ഭയങ്കര ഇഷ്ടമായി. കോടമഞ്ഞിൽ അതിഷ്ടമായി. അവിടെ ഏറോട്ട സെറിഞ്ഞ് കളിക്കുന്നോട്ടാ നെയ്സ് എറിഞ്ഞു പൊട്ടിക്കുന്ന ആന്ന് തലക്കെല്ലാം എറിഞ്ഞു പൊട്ടിക്കുന്ന മുഖമാണി. ആ പീടിയെല്ലാം മൊത്തം എടുത്തിട്ട് വരുന്നുണ്ടെന്ന് കൂട്ടാട്ടാ. ആ കടയെല്ലാം മൊത്തം എടുത്തിട്ട് വരുന്നുണ്ടെന്ന് കൂട്ടാണ്. എനക്ക് സ്ലൈം വാങ്ങിച്ചാ നീലേന്റെ കാര്യം എനക്ക് ഇങ്ങനെ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. ആ ബാക്ക്ഗ്രൗണ്ട് നല്ല നല്ല പക്ഷെ ഫോട്ടോ എടുത്ത് ക്ലാരിറ്റി കിട്ടൂല. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ സ്ക്രീൻഷോട്ട് ഈടെ ഇപ്പം മറ്റേ ഊട്ടി പോയ പോലെയുണ്ട്. ഫുള്ള് ഫോഗായി. വാ നല്ല ഫോഗല്ലേ എൻ്റെ അമ്മ. ഇതെന്തിങ്ങനെ നല്ല അടിച്ചുപോലെ ക്ലൈമറ്റ് ആണ് ഗൈസ്. ഊട്ടി പോയ പോലെ ഉണ്ട്. പിള്ളേരെ കൂട്ടിയിടാ വന്നിട്ട് ഊട്ടിയിലാന്ന് പറഞ്ഞവർ അത്ര കയറ്റുമ്പോൾ ഒന്നും കാണുന്നില്ലല്ലോ. ഇങ്ങനെ അവിടെ വയലായോണ്ടിരിക്കും രണ്ട് സൈഡും. ഓ വരുന്നുണ്ട്.
അത് കുറേ സമയം ഉറക്കം തന്നെ ഇരുന്നില്ലേ. ആ പൊട്ടാസ് കൂട്ടിയിട്ടില്ലേ, അപ്പം ചട്ടിപ്പോയി. അന്നേരം അവൻ ഉറക്കം കണ്ടാ രാത്രി 1 മണിക്ക് നടക്കുന്ന കണ്ടാന്ന്. പാവൻ്റെ പൊന്നു മോനാണ്. നല്ല നല്ല ബ്യൂട്ടിഫുൾ ക്ലൈമറ്റ്. അപ്പോൾ നമ്മൾ ഡേ 1 ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. ഡേ 2 പുലർച്ചെ മുതലുള്ള സംഭവങ്ങളിടാം. ഇത് എനിക്കിപ്പോൾ ഒരു കുറച്ചും കിടന്ന് ഉറങ്ങട്ടെ, അത് എനിക്ക് കണ്ടറിഞ്ഞാൽ കാണാൻ പറ്റണം, അത് മസ്റ്റാണ്. പുലർച്ചെ ഏകദേശം 2 മണിയൊക്കെ ആകുമ്പോഴാണ് കുളിച്ചെഴുന്നേൽത്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നത്. പിന്നെ ഗുളികൻ്റെയും അതുപോലെ തന്നെ കണ്ടാറിനൻ്റെയൊക്കെ തെയ്യം കെട്ടുന്നതിന് മുന്നേ തിരിച്ചു വരണമെന്ന് വിചാരിച്ചത്. പക്ഷേ അലാറം അടിക്കാത്തതുകൊണ്ട് ഉറങ്ങിപ്പോയി, അങ്ങനെ കാണാൻ പറ്റിയില്ല. പക്ഷേ ഞങ്ങളുടെ കസിൻ സിസ്റ്ററൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെടുത്ത വീഡിയോസ് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം രണ്ടാമത്തെ ദിവസത്തെ തെയ്യത്തിൻ്റെ രണ്ടാമത്തെ ദിവസത്തെ കാര്യങ്ങളും അന്നത്തെ വിശേഷങ്ങളും ഒക്കെ ഞാൻ അടുത്ത പാർട്ടിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇത് ഫസ്റ്റ് പാർട്ടാണ്. അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ വീഡിയോ ആയിട്ട് കൊടുക്കാം, എല്ലാവരും കാണാം. അപ്പോൾ ഈ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ. ഇവിടെ ഒന്നും കാണുന്നില്ല. ഇന്റഗ്രേറ്റ്